വീണ്ടും ഒരു പ്രതികരണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ വോട്ടർമാർ വളരെ ആവേശകരമായ സ്വീകരണമാണ് നൽകുന്നത് എന്ന് LDF സ്ഥാനാർത്ഥിയായ പ്രൊഫസർ ആർ ബിന്ദു. ജനങ്ങൾ അംഗീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയം, കരുവന്നൂർ ബാങ്ക് പോലുള്ള വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ലെന്നും ആർ ബിന്ദു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. മുൻ MLA തോമസ് ഉണ്ണിയാടനെതിരെ മത്സരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സമിതി അംഗവും നിലവിൽ മന്ത്രിയുമായ പ്രൊഫസർ ആർ ബിന്ദുവാണ്. സന്തോഷ് ചെറാക്കുളം BJP സംസ്ഥാന സമിതി അംഗമാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥി. ഏതായാലും മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തീകരിച്ച് വാഹന പര്യടനത്തിലേക്ക് LDF സ്ഥാനാർത്ഥി കടന്നിട്ടുണ്ട്. ടീച്ചർ, എത്രത്തോളം ആവേശമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ? വളരെയേറെ ആവേശകരമായ അനുഭവമാണ് മണ്ഡലത്തിൽ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സമൂഹത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അത്താണിയായി നിന്നുകൊണ്ട് തന്നെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനമാണ് സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. മന്ത്രി എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴും മണ്ഡലത്തിൽ തനതായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ തള്ളുന്ന തരത്തിലാണ് എതിരാളികളുടെ ഒരു പ്രചാരണം. വലിയ വികസന മുരടിപ്പും പോരായ്മകളും ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഉണ്ണിയാടനും സന്തോഷ് ചെറാക്കുളം അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത്. എന്താണ് അതിനൊരു മറുപടി എന്നുള്ളത്? വികസനത്തിൻ്റെ അനുഭവങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസനം ഇരിങ്ങാലക്കുടയിൽ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. നിഷ്പക്ഷമതികൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും നോക്കിയാൽ കാണാവുന്ന മൂർത്തമായ സാക്ഷ്യപത്രങ്ങളായിട്ട് ഈ വികസനം ജനങ്ങളുടെ മുന്നിൽ കാണാൻ കഴിയും. LDF സർക്കാർ 2 ടേം പൂർത്തിയാക്കുന്നു. ടീച്ചർ 2ാം തവണ MLA എന്നുള്ള നിലയിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ തോന്നുന്നുണ്ടോ? യാതൊരു തരത്തിലുള്ള വെല്ലുവിളികളും തോന്നുന്നില്ല. കഴിഞ്ഞ തവണ 6000-ഓളം ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടായ വോട്ട് വർധനവ്, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിനൊക്കെ മന്ത്രി എന്നുള്ള നിലയിലല്ല, ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് മറുപടി പറയാം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ഗമിക്കുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പെരുപ്പിച്ച പ്രതിച്ഛായയും സിനിമാ നടൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വോട്ടുകൾ സുരേഷ് ഗോപി സമാഹരിച്ചു. പക്ഷെ അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്രമാത്രം അന്തസാരശൂന്യമാണ് എന്നുള്ളത് ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിന് നേതൃത്വം കൊടുക്കുന്ന താൽക്കാലിക ഭരണസമിതിയായാലും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഭരണസമിതിയായാലും ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അത് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ തന്നെ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും തിരഞ്ഞെടുക്കാൻ അതിലെ അംഗങ്ങൾ തയ്യാറായത്. ജില്ലയിൽ നിന്ന് എത്രമാത്രം സീറ്റുകൾ LDF പ്രതീക്ഷിക്കുന്നുണ്ട്? ഇരിങ്ങാലക്കുട അടക്കം എല്ലാ സീറ്റുകളും ഇടതുപക്ഷം നേടും ഇത്തവണ, ഉറപ്പാണ്. ഇരിങ്ങാലക്കുടയിൽ സമുജ്വലമായൊരു വിജയം നേടാൻ നമുക്ക് സാധിക്കും. ജില്ലയുടെ സമഗ്രമായ വിജയമാണ് LDF ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് CPM സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള പ്രൊഫസർ ആർ ബിന്ദു നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇരിങ്ങാലക്കുടയിൽ അതിവാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. LDF ഉറപ്പായും ഈ മണ്ഡലത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.